ഇത് വെറും ഒരു വിമാനയാത്രയല്ല, കണ്ണീരിന്റെ ടേക്ക് ഓഫ്. സ്വപ്നങ്ങൾ നിറച്ച ഒരു യാത്ര നിമിഷങ്ങൾക്കകം തന്നെ ദുരന്തമായി മാറിയ കഥ. ബംഗളൂർ നഗരത്തിന്റെ തിരക്കേറിയ ഹൃദയഭാഗത്ത് സംഭവിച്ച ഈ അപകടം കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂർ നഗരത്തിലെ തിരക്കേറിയ വാണിജ്യ കേന്ദ്രമായ ശിവാജി നഗരത്തിൽ വേനൽ മഴയുടെ കനത്തിൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീടുണ്ടായ ദുരന്തത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. മരിച്ച മലയാളികൾ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലതയും സ്മിതയുമാണ്. മറ്റുള്ള 5 പേർ കർണാടക സ്വദേശികളാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ വിനോദയാത്രാ സംഘത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇവർ. ഷോപ്പിങ്ങിനായി ശിവാജി നഗരത്തിൽ എത്തിയപ്പോഴാണ് ദുരന്തം സംഭവിച്ചത്. സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രീതി 51, സിജി 45, കീഴ്മുറി നാഗത്തുങ്കമലയിൽ മായാമണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ബൗറിംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു 4 പേർക്കും കൂടി പരിക്കേറ്റെങ്കിലും 7 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. ബുധനാഴ്ച വൈകിട്ട് 5:30ഓടെ പെയ്ത ശക്തമായ വേനൽ മഴയിലാണ് ശിവാജി നഗരത്തിലെ ബൗറിംഗ് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത്. തുണിത്തരങ്ങളും ചെരുപ്പുകളും വിറ്റിരുന്ന വഴിയോര വ്യാപാരികളും സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരുമാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ സിമന്റ് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന മതിൽ ഏകദേശം 30 മീറ്റർ നീളത്തിൽ തകർന്നു വീണു. 3 മീറ്ററോളം ഉയരമുള്ള മതിലിന്റെ ഇഷ്ടികകൾക്കിടയിൽപ്പെട്ടവരെ ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 7 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. അദ്ദേഹം അപകട സ്ഥലവും ആശുപത്രിയും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ ഒരു കൊച്ചു സ്വപ്നം മാത്രമായിരുന്ന ഈ സ്ത്രീകൾക്ക് ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണം, ആകാശ കാഴ്ചകൾ കാണണം, ബംഗളൂർ നഗരം ഒന്ന് ചുറ്റിക്കാണണം. എറണാകുളം കുടുംബശ്രീ മിക്സ് യൂണിറ്റിലെ 46 സ്ത്രീകൾ വർഷങ്ങളായി കാത്തുവെച്ച ആ സ്വപ്നം കഴിഞ്ഞ ബുധനാഴ്ചയാണ് സഫലമായത്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് പണമാണ് ഓരോരുത്തരും ഈ യാത്രയ്ക്ക് കണ്ടെത്തിയത്. പണമില്ലെന്നറിയുമ്പോഴും പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ഉയർന്നപ്പോൾ ഓരോരുത്തരുടെയും മുഖത്ത് നിറഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷം. ചിരിച്ചും കളിച്ചും അവർ ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. വ്യാഴാഴ്ച വൈകിട്ട് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. ബൗറിംഗ് ആശുപത്രിക്ക് സമീപം നിൽക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മതിൽ ഇടിഞ്ഞു വീണത്. ആനന്ദയാത്രയുടെ ആവേശം നിമിഷങ്ങൾക്കകം നിലവിളികളായി മാറി. കൂടെ വന്ന് 2 സഹയാത്രികർ കൺമുന്നിൽ മരിക്കുന്നത് കണ്ടപ്പോൾ ബാക്കി അംഗങ്ങൾ തകർന്നുപോയി. ഞങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ച യാത്രയാണിത്. പണമില്ലെങ്കിലും ഞങ്ങൾ മിച്ചം പിടിച്ചു പോയതാണ്. ഇങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഒരു അംഗത്തിന്റെ വാക്കുകൾ ഇപ്പോഴും കണ്ണീരായി ഒഴുകുകയാണ്. വേനൽ മഴയിൽ തകർന്നത് ഒരു മതിൽ മാത്രമല്ല, 40 സ്ത്രീകളുടെ സ്വപ്നങ്ങളുമാണ്. കുടുംബശ്രീയുടെ ഈ യാത്ര ഇനി ചരിത്രത്തിൽ രേഖപ്പെടുന്നത് ഒരു ദുഃഖകരമായ ഓർമ്മയായി, കണ്ണീരിന്റെ ടേക്ക് ഓഫ് ആയി.